ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു അവധി, ഒരു 3-4 ദിവസത്തെ അവധിക്ക് ശേഷമാണ് നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ദിവസത്തെ ഡേറ്റയും യൂറോപ്യൻ മാർക്കറ്റിലാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും ഡോർമൻ്റ് ആയിരുന്നു. അപ്പോൾ പുതിയ ഡേറ്റാസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഹോർമസ് കടലിടുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ള ഡെഡ് ലൈൻ ട്യൂസ്ഡേയിലേക്ക് മാറ്റി. ഇത് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. വളരെ റീസെൻ്റായിട്ട് ഇപ്പോൾ മിനിറ്റുകൾക്ക് മുന്നേ വന്നതെന്ന് പറഞ്ഞാൽ 45 ഡേയ്സിലത്തേക്ക് ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ട് ഇറാനും അവിടെ ഒരു സംഭവം, ഒരു പ്രഷർ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് അവിടെ വരുന്നുണ്ട്. അത് നല്ലൊരു ന്യൂസാണ്. അതിനിടയ്ക്ക് ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് അവിടെ ആദ്യം പറയാനുള്ളത്. അപ്പോൾ രണ്ടാമത് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കാണിക്കുന്നത്. സോ ഒരുപാട് ഡേറ്റാസ്, ഞാൻ ഒരുപാട് ഡെപ്തിലേക്കുള്ള ഡേറ്റാസിലേക്ക് പോകുന്നില്ല, വളരെ ചെറിയൊരു ഡേറ്റാസിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റിനൊരു താഴേക്കുള്ളൊരു ഫോൾ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ലോ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 22,400 to 22,500 റേഞ്ചിലാണ് മാർക്കറ്റ് ഒന്ന് സ്ലോ ചെയ്ത് സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 22 ഒന്ന് ചാർട്ട് മേളിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, 22,700-720 റേഞ്ചിലാണ് നമ്മുടെ മാർക്കറ്റ് ലാസ്റ്റ് ക്ലോസ് ചെയ്തത്. ഇന്നും ഓപ്പൺ ചെയ്യാൻ സാധ്യത. രാവിലെ ഒരു 6 o'clock ആയപ്പോഴേക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കാണിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി കാണിക്കുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. സ്റ്റിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ലോയിൽ തന്നെ ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ ഒരു 22,600 to 660, 700 താഴെയുള്ളൊരു ലെവലിലായിരിക്കും ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഈ പറയുന്ന ഒരു ബോക്സ് എന്ന് പറയുന്നത് 720 മേളിൽ 740 മേളിലൊരു ഏരിയ വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് മേളിലേക്ക് സ്ലോലി വന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് റിക്കവർ ചെയ്ത് കയറിയാൽ 800 to 880, 960 പോലുള്ള ടാർഗറ്റ് സ്ലോലി അത് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ കയറിപ്പോകാനുള്ള ഡേറ്റ മാർക്കറ്റിനകത്തില്ല, പക്ഷേ വീഴാനുള്ള ഡേറ്റയും തൽക്കാലം ഇല്ല. അപ്പോൾ മാർക്കറ്റിന് ചിലപ്പോൾ ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. 22,880 താഴെ, 800 താഴെ, ചിലപ്പോൾ ഈ ഒരു 660 to 880 ഉള്ളിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആണ്, എങ്ങോട്ട് പോകും എന്നുള്ളത് ഒരു ഡിസിഷൻ ഇതുവരെ ആയിട്ടില്ല. ലെറ്റ് മാർക്കറ്റ് ഓപ്പൺ ആൻഡ് ലെറ്റ് മാർക്കറ്റ് മൂവ്, അതാണ് അതിൻ്റെ ഒരു വേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടായിരിക്കും ഇന്നത്തെ ട്രേഡിംഗ് ഡേ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലോവർ സൈഡിലേക്ക് പോയാൽ 22,600 ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഈ കയറിപ്പോയ ക്യാൻഡലിൻ്റെ ഒരു പകുതിക്ക് താഴേക്ക് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അത് വീണ്ടും താഴേക്ക് പോകാനുള്ള സിറ്റുവേഷനും ക്രിയേറ്റ് ചെയ്യും. 22,480 റേഞ്ചിലേക്ക് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. 440 റേഞ്ചിലേക്കോ 350 റേഞ്ചിലേക്കോ താഴേക്ക് വരാനുള്ള ലെവൽസ് ഉണ്ട്. 22,660, 22,600, 22,520, 22,440 എന്നിങ്ങനെയുള്ള ലെവൽസ് മാർക്ക് ചെയ്ത് വയ്ക്കുക. 350യും മാർക്ക് ചെയ്യാം, 240യും മാർക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇത്രയും വരും എന്നുള്ളതല്ല, വന്നാൽ ഉള്ള റേഞ്ചസ് ആണ് അവിടെ പറയുക. ബിക്കോസ് ക്യാൻഡിൽസ് എല്ലാം വളരെ ശക്തമായിട്ട് 2-3% മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ചുള്ള ഒരു സിറ്റുവേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പല സ്റ്റോക്സും താഴെ വരുന്നുണ്ട്. ഇൻഫോസിസ് 1,300 താഴേക്ക് വരുന്നുണ്ട്. സോ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കുറച്ചുകൂടെ കഴിയിട്ട് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ എടുക്കാം. HDFC ബാങ്ക് 720, 740 റേഞ്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, 750 വന്നു. നോക്കാം ഇന്നത്തെ ഒരു ക്ലോസിങ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് കണ്ടിട്ട് ഒരു പോസിറ്റീവ് ക്ലോസിങ് കിട്ടുവാണെങ്കിൽ മാത്രം ആദ്യത്തെ ഒരു സെക്ടർ സ്റ്റോക്സ് നോക്കാം എന്നുള്ളതാണ്. സോ ട്രേഡിങ്ങിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റ ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡിംഗ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുക. നാളെ എക്സ്പയറി ആണ്, അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നോക്കുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.